ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏട്ടനും നാത്തൂനും കൂടെ വിളിച്ചിരുത്തി വൈജയോട് കഥകളൊക്കെ പറയുവാണ്. അച്ഛനെ കഴക്കൂട്ടത്തുനിന്ന് ഒരു സ്ത്രീ കാണാൻ വന്ന കഥകളൊക്കെ. ശരിയാ, ബ്രിജിത്ത മമ്മി അവരുടെ വളർത്തമ്മയല്ലേ? എന്നും പറഞ്ഞ് കമല നേരം പറഞ്ഞു. അതിൻ്റെ പുറകിലെ ഒരു നാടകം നടന്നിട്ടുണ്ടെന്ന് ഇയാൾ പറയാം. അപ്പോൾ ആ കർട്ടൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ കർട്ടൻ്റെ പുറകിലോ ദേ അല്ല, അതിന് ബാലചന്ദ്രനും മനുവും കൂടെ അല്ലേ കഴക്കൂട്ടത്തിന് പോയത്? അവർ രണ്ടുപേരും കൂടെ പോയല്ലേ അവിടുന്ന് അലീനയെ വിളിച്ചോണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, ലോകോത്തര കള്ളനാ ബാലചന്ദ്രൻ. മനു കാണുന്നതിന് മുൻപ് അവൻ കഴക്കൂട്ടത്ത് പോയി അലീനയെ കണ്ടിട്ടുണ്ടെന്ന കാര്യം വൈജയോട് ശിവൻ പറയുന്നു. അപ്പോൾ അലീനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവൻ്റെ കുരുട്ടുബുദ്ധിയാണ് ബ്രിജിത്താമ്മയെ കൊല്ലപ്പള്ളിക്ക് പറഞ്ഞയച്ചതെന്നും അച്ഛനെ സ്വാധീനിച്ച് അലീനയെ കൊല്ലപ്പള്ളിയിൽ എത്തിച്ചതെന്ന കാര്യമൊക്കെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കാം. അലീനയെ ബാലചന്ദ്രൻ എങ്ങനെ അറിയാം? അപ്പം അതല്ലേ ശിവേട്ടൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വൈജേ? നീ വെറും പൊട്ടിയ വൈജേ. നിന്നെ എത്ര കാലം ബാലചന്ദ്രനെ പറ്റിക്കായിരുന്നു എന്ന് കമല പറഞ്ഞു. എന്നാ ചതി അവൻ നിന്നോട് ചെയ്തതെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാ കമലയെടുത്തി എന്നതാണെന്ന് നിങ്ങളൊന്ന് തെളിച്ചു പറ, എന്നെ ഇങ്ങോട്ട് വലയ്ക്കാതെ. അത് ബാലചന്ദ്രൻ്റെ മകളാ അലീന. മകളോ? അതേന്നേ, സ്വന്തം മകളാണെന്ന് പറയുമ്പോഴത്തേക്കും വൈജ നടുങ്ങി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ശിവനെ നോക്കുക. എന്തെങ്കിലും തലയ്ക്കകത്ത് ആളതാമസം ഉള്ളവനായിരുന്നെങ്കിൽ ശിവൻ ഇത് വൈജയോട് പറയുമോ? പറയില്ല. പക്ഷേ പറഞ്ഞു. വൈജ അന്താം വിട്ട് കുന്താം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുവാണ്. വൈജയ്ക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്നതാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സത്യ വൈജയെന്ന് ശിവനും പറഞ്ഞു. കമല പറഞ്ഞു 100% സത്യ. ബാലചന്ദ്രൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ മകളാണ് അലീന എന്ന് പറയുമ്പോഴത്തേക്കും നിൽക്കുക. അയാൾ അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് മറീന എന്നു പേരുള്ള വിധവയുമായിട്ട് മോശമായൊരു ബന്ധം അയാൾക്കുണ്ടായിരുന്നുവെന്നും കൊല്ലം തങ്കശ്ശേരിക്കാരി ഒരു ആംഗ്ലോ ഇന്ത്യക്കാരിയായിരുന്നു, അവളാണ് അലീനയുടെ തള്ള എന്ന് ഇയാൾ പറയുമ്പം ആഹാ എന്നെ ചതിക്കായിരുന്നല്ലേ എന്നും ചോദിച്ചുകൊണ്ട് വൈജ. അവളില്ലേ ഇപ്പം ആ പിശോച് അവളുടെ തള്ള എന്നൊക്കെ ചോദിക്കുമ്പം അവർ ചത്തുപോയി, അതുകൊണ്ടല്ലേ ബാലചന്ദ്രൻ ഏറ്റെടുത്തത് എന്ന് ശിവൻ ചോദിക്കാം. അവൻ്റെ വക്രബുദ്ധി നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നേരിട്ട് അവളെ കടപ്പാട്ടൂരോട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റത്തില്ലല്ലോ. അതിനവൻ വളഞ്ഞ വഴിയിലൂടെ അമ്മയെ ശുശ്രൂഷിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അലീനയെ ഈ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നീട് ഇവിടെ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. എങ്ങനെയുണ്ട് അവൻ്റെ കാഞ്ഞ ബുദ്ധി എന്നൊക്കെ ചോദിക്കുമ്പം വെറുതെ അല്ല ശിവേട്ട, എനിക്ക് അവളെ ആദ്യം കണ്ടപ്പോഴേ തന്നെ തോന്നിയത് ഒരു ലക്ഷണപ്പശക്, ഒരു നെഗറ്റീവ് വൈബ്. ഇവള് ശരിയല്ലല്ലോ എന്ന്. എന്നാലും ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല ശിവേട്ട എന്ന് വൈജ പറയൂ കേട്ടോ. ബാലചന്ദ്രൻ എന്നോട് ഇങ്ങനെയൊരു ചതി ചെയ്തിട്ടുണ്ടെന്ന്. നീ തോറ്റുപോയി വൈജേ, ഇനി രക്ഷയില്ല എന്ന് കമല പറയുമ്പം എനിക്കിനി ജീവിക്കണമെന്ന് പോലും ഇല്ല ശിവേട്ട. ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ജീവശവം പോലെ ഇങ്ങനെ ജീവിക്കുന്നേ? ആർക്കും വേണ്ടാതെ എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഭേദം ചത്തേക്കുന്നത് തന്നെയാണെന്ന് കമല അന്നേരം വൈജയോട് പറയുക. വൈജി എന്നിട്ട് ഭയങ്കരമായിട്ട് ആലോചിച്ച് നിൽക്കുവാണ്. ഇതേ ചതിയാണ് തിരിച്ച് ചെയ്തിരിക്കുന്നതെന്നൊരു സെക്കൻഡ് പോലും ചിന്തിക്കുന്നുമില്ല ആങ്ങളെയും പെങ്ങളും. അപ്പം നാത്തൂൻ ഇത് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ശിവൻ നാത്തൂൻ്റെ നേരെ ഇരുന്നു കേട്ടോ. അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ, ചെയ്യണമെന്നല്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കമല അന്നേരം പേടിച്ചിട്ട് ഇങ്ങനെ പറയും കേട്ടോ. വൈജ പിന്നെ സ്വഭാവത്തിലൊന്നുമല്ല. ഇനിയിപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് ഓർത്ത് വൈജി ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിയാ, ഇനിയിപ്പോൾ കടപ്പാട്ടൂരത്തെ മഹാറാണി അവളായിരിക്കും, അധികാര അവകാശം എല്ലാം ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി അവള് ഭരിക്കും നിന്റെ മക്കളെ. അവളുടെ ഇഷ്ടം എന്താണോ അതേ ഇനി അവിടെ നടക്കാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. ബാലചന്ദ്രൻ്റെ സ്വത്ത് മുഴുവനും അവൾ പതിയെ അടിച്ചു മാറ്റും, നീ നോക്കിക്കോളാനും പറഞ്ഞു. നിന്റെ മക്കൾക്കേ ആ വീട്ടിൽ വേലക്കാരിയുടെ സ്ഥാനമായിരിക്കുമെന്നും എന്നതായാലും കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് വൈജയോട് ഈ കമല എരിവ് കയറ്റി കൊടുക്കുക. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വൈജയ്ക്ക് നിൽക്കക്കള്ളിയില്ല, ഭയങ്കര കലിപ്പ്. അപ്പോൾ ഇല്ല ശിവേട്ട, ഞാനങ്ങനെ തോറ്റു കൊടുക്കത്തൊന്നുമില്ല, അതിനെന്നെ കിട്ടത്തില്ല, കൊല്ലും ഞാൻ അവളെ. ഒന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാൾ മതി അവിടെ. അപ്പം നീ ഒന്ന് ക്ഷമിക്കുക, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, നല്ലതുപോലെ ആലോചിച്ച ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കണം. എന്ത് ചെയ്താലും അതിനു മുൻപ് നിന്റെ മക്കളെ കൂടി നീ ഒന്ന് ഓർക്കണം. അവർക്ക് നീ അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് ഓർക്കണം. കൊല്ലുമെന്ന് പറയാനും ചിലപ്പോൾ കൊല്ലാനും എളുപ്പം കഴിഞ്ഞെന്ന് വരും. പക്ഷെ അതിനുശേഷം പോലീസ്, കേസ്, കോടതി, ജയില്, പല തരത്തിലുള്ള അപമാനങ്ങൾ
എല്ലാം എന്നുള്ള ഒരു ഓർമ്മയും നിനക്ക് ഉണ്ടാവണമെന്ന് പറയുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണം? അതാണോ ഞാൻ ചെയ്യേണ്ടത്? അപ്പം മക്കളെ മറന്നിട്ട് ഒന്നും ചെയ്യരുത്, അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് വൈജയോട് ആങ്ങളെ ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വൈജ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമല്ലേ, ഭയങ്കര സങ്കടം. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അമ്മ അവിടെ ഇരിക്കുക. അമ്മയുടെ അടുത്തേക്ക് വൈജ ചെന്നു. അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു. അപ്പോൾ അമ്മ, അയ്യോ എൻ്റെ കുഞ്ഞ്, നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര കരച്ചിൽ വൈജയെ നോക്കി. ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞതല്ലേ അവൾ ശരിയല്ലാന്ന്. അന്ന് എൻ്റെ വാക്ക് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലും അവൾ ഇത്രയും വലിയൊരു ചതി നിന്നോട് ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ എൻ്റെ കുഞ്ഞെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഈ കല്യാണം വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് എന്ന് വൈജ പറയുമ്പം നീ ഇനി എന്നാ ചെയ്യും വൈജ? ഇനി അവളെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല അല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോൾ ശിവേട്ടൻ അറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്, രാജീവേട്ടനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. ഞാനിനി എന്നാ ചെയ്യണ്ടേ അതൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ആ ചതിയൻ്റെ കൂടെ എങ്ങനെ ജീവിക്കും കുഞ്ഞെ നീ ഇനി എന്ന് അമ്മ മോളോട് ചോദിക്കണം. ഇനി അവക്കൊന്നും പേടിക്കാനില്ലല്ലോ എന്നും അമ്മ പറഞ്ഞു കൊടുക്കുക. ദേ ഇനി ആ വീട് അവളുടെയും വീടല്ലേ അല്ലേ എന്നൊക്കെ അമ്മ മോളോട് ചോദിക്കുമ്പം അത് ഓർക്കുമ്പം എനിക്ക് അവളെ കൊല്ലാനാ തോന്നണതെന്ന് വൈജ. മോളെ, എൻ്റെ മോളെ, നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്കാം. ഒന്നും ഈ അമ്മയ്ക്ക് പറഞ്ഞു തരാനില്ല എന്ന് അമ്മ പറയുമ്പം ഞാൻ പോയിക്കോട്ടെ അമ്മേ എന്നും പറഞ്ഞു മോൾ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ വൈജ വണ്ടിയിൽ കയറുമ്പം ആങ്ങളെയും നാത്തൂനും കൂടെ വീണ്ടും വന്നു. എടുത്തുചാട്ടം കാണിക്കരുത്, എല്ലാം ആലോചിച്ച് ചെയ്യണം, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, ഇനി എന്നാ നോക്കാനാ എനിക്ക് എന്ന് വൈജ ചോദിച്ചു. അപ്പോൾ അയാളോട് നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അതിന് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ടിരിക്കണമെന്നല്ല, ബാലചന്ദ്രൻ എൻ്റെ ഭർത്താവായിട്ടിരിക്കണമെന്നേ ഞാൻ തന്നെ തീരുമാനിക്കും എന്നും വൈജ പറയുമ്പോൾ എല്ലാം നല്ലതുപോലെ ആലോചിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ വൈജേ എന്നും പറഞ്ഞ് കമല വീണ്ടും ഇങ്ങോട്ടെങ്ങാനും വരുമോ എന്നുള്ള പേടി. എന്നിട്ട് ചെന്ന് വണ്ടിയെ കയറാൻ തുടങ്ങിയപ്പോഴേക്കും ശിവേട്ടാ ഞാൻ പോട്ടെ കമലടുത്തി എന്നും പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് നാത്തൂനങ്ങ് പോയി. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കമല നിൽക്കുക. പെങ്ങളെ യാത്രയാക്കി ആങ്ങളെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്താണ് എല്ലാം അറിഞ്ഞും കേട്ടും നമ്മുടെ മനു വീട്ടിലേക്ക് വരുന്നത്. മനു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പുറപ്പെടുക വീട്ടിലോട്ട്. അപ്പോൾ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് മനു വിളിച്ചു. അവിടെ ആരും മൈൻഡ് ചെയ്യാൻ കുറേ വിളിച്ചു, മൈൻഡൊന്നും ചെയ്തില്ല, അങ്ങ് പോയി. ആ പോക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു വണ്ടിയിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരുക കേട്ടോ. ഭയങ്കര കലിപ്പിൽ പരിസരം പോലും ഇല്ലാത്ത ആ ഒരു ബോധം പോലും ഇല്ലാത്ത രീതിയിൽ വൈദ്യ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്തെല്ലാം ഈ ശിവൻ പറഞ്ഞ കാര്യങ്ങൾ, തങ്കശ്ശേരിക്കാരിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഈ കമല പറഞ്ഞ കാര്യങ്ങളും എല്ലാം ആലോചിച്ചാണ് പോണത്. അധികാര അവകാശങ്ങളും എല്ലാം ഇനി അവൾക്കാണ് അവിടെ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഓർത്ത് വണ്ടി ഓടിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് അവിടെ ഇരുന്ന് വാ വിട്ട് കരയുവാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട്. എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയാതെ പെരുവഴിയിൽ നിന്നുകൊണ്ടാണ് വൈജ ചങ്ക് പൊട്ടിക്കരയുന്നത്. അതെല്ലാം കഴിഞ്ഞ് വൈജ നേരെ തിരിച്ചു വീട്ടിലെത്തി. അലീന വന്ന് വാതിൽ തുറന്നു. ബബിത വന്ന് വാതിൽ തുറന്നു. മകളെ കണ്ടപ്പോഴും തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ എന്താ ഇത്ര ലേറ്റ് ആയേ എന്ന് ചോദിച്ചു കേട്ടോ മകള്. കൊല്ലപ്പള്ളിയിൽ നിന്ന് പോന്നിട്ട് എത്ര നേരമായി? അമ്മ എന്തത്ര വൈകിയേ എന്ന് ചോദിച്ചു മോളി ഒന്ന് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ബാലചന്ദ്രൻ ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചു വൈജ മോളോട്. അച്ഛൻ കുറച്ച് മുന്നേ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞു. എവിടെ പോയി? അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഒറ്റയ്ക്കാണോ പോയത് അതോ അവളും ഉണ്ടോ കൂടെ? ഒറ്റയ്ക്ക് അച്ഛൻ പോയിരിക്കണതെന്ന് പറഞ്ഞു കേട്ടോ. അവളെന്ത് ചെയ്യുന്നു ചോദിച്ചു. അത് തന്നെ റൂമിൽ കാണുമായിരിക്കും. അമ്മ എന്താ വല്ലാതിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്ന അത് നേരെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുക. അത് പാവം അവിടെ നിന്ന് തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിനെ കണ്ടപ്പോഴത്തേക്കും തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. തള്ളയുടെ നിപ്പ് കണ്ടപ്പോഴത്തേക്കും അലീനയുടെ പകുതി ഗ്യാസ് പോയി. പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അലീനെ ഇങ്ങനെ ആട്ടി മൂട്ടി നോക്കി വൈജ ഇങ്ങനെ രക്തം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നേരെ ഇടിച്ചു കയറി മുറിയിലേക്ക് എന്നു. നീ എന്തിനാടി ഈ വീട്ടിലോട്ട് കയറി വന്ന അന്ന് മുതൽ ഇത്രയും നാളും ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാനെന്ത് നാടകം കളിച്ചു? നീ ഓർഫനേജിൽ വളർന്നു, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല എന്നൊക്കെയാണ് നീ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അറിയില്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. നിനക്കറിയായിരുന്നു നിന്റെ തന്ത ആരാണെന്നുള്ളതെന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറഞ്ഞു. ഇന്നലെയാണോ നീ അതറിഞ്ഞത്? അപ്പോൾ അച്ഛൻ അറിയാമായിരുന്നിരിക്കും, എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ ഇവിടെ വരുന്നതിന് മുൻപ് ബാലചന്ദ്രനെ കണ്ടിട്ടേ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു തവണ സ്നേഹനികേതനത്തിൽ വന്നപ്പോൾ കണ്ടായിരുന്നു. അത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നപ്പോഴല്ലേ? അതേന്ന് പറഞ്ഞു. അതിനു മുൻപ് നീ കണ്ടിട്ടേ ഇല്ലേടി എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാനുള്ള ധൈര്യമൊക്കെ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു അലീന. ബാലചന്ദ്രൻ്റെ ഫോട്ടോ പോലും നീ കണ്ടിട്ടില്ലേടി? അപ്പം ഇല്ല എന്ന് പറഞ്ഞു. നീ ബാലചന്ദ്രൻ്റെ മോള് തന്നെയാണോടി എന്നിങ്ങനെ വൈജ ചോദിക്കുമ്പം ജനിച്ചു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ മാഡം. വാസ്തവത്തിൽ അതെൻ്റെ കുറ്റമല്ല.
ജനിപ്പിച്ചവരുടെ കുറ്റമാണെന്ന് അലീന പറയും കേട്ടോ. ഞാൻ ഏതെങ്കിലും കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ ആ കുടുംബത്തിലെ അപ്പനും അമ്മയും എൻ്റേതാണെന്ന് എനിക്ക് പറയാമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വെച്ചത് ഓർഫണേജിലാണെന്നും അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ ആരാ അമ്മ ആരാ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയുമെന്ന് അലീന ചോദിക്കും കേട്ടോ. ആരെങ്കിലും പറഞ്ഞു തന്നുള്ള അറിവല്ലേ എനിക്കുള്ളൂ എന്നും അലീന ചോദിച്ചു. അത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? അപ്പം നീ ഒന്നും കാണാതെ ഇത്രയും കാലം ഈ വീട്ടിൽ അള്ളിപ്പിടിച്ച് നിൽക്കത്തില്ലെന്നേ എനിക്ക് ഉറപ്പാടി എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ അലീനയോട് അന്നേരം പറഞ്ഞു. നീ പല തവണ അർത്ഥം വെച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്വന്തം വീടാണ്, സ്വന്തം കൂടപ്പിറപ്പുകളാണ്, സ്വന്തം മോളെ പോലെയാണ് എന്നൊക്കെ. അപ്പോഴൊന്നും എനിക്ക് അത്രത്തോളം അങ്ങ് മനസ്സിലായിട്ടില്ല. ഇപ്പം എനിക്ക് കൃത്യം പിടികിട്ടി നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. നിനക്കറിയായിരുന്നു അല്ലടി, എന്നിട്ട് കല്ല് വെച്ച നുണ തട്ടി വിടുന്നോടി നീ. അപ്പം എൻ്റെ കൈവശം തെളിവൊന്നുമില്ല വിശ്വസിപ്പിക്കാമെന്ന് പറയുമ്പം നിന്റെ തന്തയ്ക്ക് അത് ആദ്യമേ തന്നെ പറയായിരുന്നു, വൈജയന്തി ഒഴിഞ്ഞു പോകില്ലായിരുന്നോടി എന്ന് ചോദിച്ചു. വല്ലവളുമാരുടെയും കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എനിക്ക് ഓർത്തിട്ട് തന്നെ അറയ്ക്കുക എന്നും പറഞ്ഞ് വൈജ നിന്നങ്ങ് വലിയ പ്രസംഗം നടത്തുമ്പം മേഡത്തിന് അത്ര അറക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് അലീന പറയുമ്പം നീ എന്തോന്നാടിയെ സൂചിപ്പിച്ചതെന്ന് ചോദിച്ചു. അവനവൻ്റെ മനസ്സിലോട്ട് തന്നെ തിരിഞ്ഞൊന്ന് നോക്കിയാൽ മതി, കാണാം അറിയാം. പിന്നെന്തിനത് പറയുന്നേ എന്ന് അലീന ചോദിക്കുമ്പം ഞാനും എൻ്റെ മക്കളും അനുഭവിക്കുന്ന സമ്പത്തും സൗകര്യവും നിനക്ക് കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടടി എന്ന് പറയുമ്പം എനിക്ക് വേണ്ട മേഡം, ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞ് വലിയ ഗമയ്ക്ക് ടി വിയും കണ്ട് സുഖമായിട്ട് കയറിയിരിക്കാം. എന്നോട് ഒരു ജോലിയും ചെയ്യേണ്ടെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഞാൻ ചെയ്യുന്നത് അവനവൻ്റെ അധ്വാനം കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് പഠിച്ചതുകൊണ്ടാണെന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും നിന്റെ തൊലിക്കട്ടിയും പിടിച്ചു നിൽക്കാനുള്ള സാമർഥ്യവും സമ്മതിച്ച് തന്നിരിക്കാം. നീ ഇവിടെ വാഴ്, നീ ഇവിടെ തന്നെ വാഴ്. എനിക്കിനി ബാലചന്ദ്രനോടാണ് സംസാരിക്കാനുള്ളത് എന്ന് വൈജ ഇങ്ങനെ അലീനയോട് പറയണു. ഞാനും നീയും ഈ വീട്ടിൽ ഒത്തുപോകത്തില്ല, അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മുതൽ അവിടെ നിന്ന് അങ്ങ് പോയി. അലീനയാണെങ്കിൽ ആകെ ഇതായിട്ട് അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബാലൻ പുറത്തൊക്കെ പോയിട്ട് വീട്ടിലോട്ട് വരുന്നു. ബാലൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബാലനെ കാത്തു കെട്ടിയിരിക്കുകയാണ് ഭാര്യ എന്തായെന്നറിയാനായിട്ട്. ആ സമയത്ത് അലീന ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ബാലനകത്തേക്ക് കയറി ചെല്ലുന്നു. അലീന വാതിൽ തുറന്നു. അലീനയ്ക്ക് പേടിയായി. ഒന്നും മിണ്ടാതെ ബാലൻ മുകളിലോട്ട് കയറിപ്പോയി. ആ സ്റ്റെയറിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നോക്കൂത്തി പോലെ നിൽപ്പുണ്ട് നമ്മുടെ വൈജ. അലീനയാണെങ്കിൽ മുകളിലോട്ട് പോയി അച്ഛനെ നോക്കിയിട്ട് വൈജയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അതിന് പേടിയായിട്ടും പാടില്ല. മുകളിലോട്ട് നോക്കും, വൈജയെ നോക്കും. വൈജയാണെങ്കിലോ അലീനയെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അലീനയെ മുകളിലോട്ട് കയറിപ്പോയി. അച്ഛനും മോളും കയറിപ്പോയത് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വൈജ. ആ സമയത്ത് മുറിയിൽ പോയി വിഷമിച്ചിരിക്കുന്ന വൈജ ബാലൻ്റെ അടുത്ത് അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നമ്മുടെ അലീന അങ്ങ് ചെന്നു. അച്ഛൻ എവിടെയായിരുന്നു ഇത്രയും സമയം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ജ്വല്ലറിയിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് ശല്യമായെങ്കിലോ എന്ന് കരുതിയാ വിളിക്കാതിരുന്നോന്ന് പറയുക കേട്ടോ. അപ്പം നീ പോയി ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അച്ഛന് കഴിക്കാനൊന്നും വേണ്ടേ? അത് ഞാൻ പുറത്തുനിന്ന് കഴിച്ചതാ, ഇനിയൊന്നും വേണ്ട എന്ന് ബാലൻ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം അലീന അച്ഛൻ എന്തെങ്കിലും മനപ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അതാണല്ലോ മനസ്സ് മുഴുവനും എന്ന് ബാലൻ അന്നേരം പറയുക കേട്ടോ. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര സങ്കടമായി. അലീനയ്ക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയില്ല. വൈജ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. അച്ഛൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു എന്ന് പറഞ്ഞു. നിന്നോട് വല്ലതും ചോദിച്ചോ? അപ്പോൾ ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ സ്വന്തം മോളാണോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പം ആണെന്ന് നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻ എങ്ങനെ ഇരിക്കും കേട്ടോ. അലീനയ്ക്കാണെങ്കിലും ഭയങ്കര ഒരു ടെൻഷനും ഒക്കെ. എല്ലാവരും കൂടി ആ പാവത്തിനിട്ട് വട്ട് കളിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ പാവോ? നിനക്ക് തോന്നും പാവമാണെന്നൊക്കെ. കാരണം എന്താണെന്ന് എനിക്കറിയാം എന്ന് ബാലൻ നേരം അലീനയോട് ദേഷ്യപ്പെടുക കേട്ടോ. അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പരക്കം പാഞ്ഞ് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സമാധാനം ഉണ്ടോ അതിന്? ഉറക്കമുണ്ടോ എന്നൊക്കെ അലീന ചോദിക്കുക കേട്ടോ. ആഹാരം ശരിക്കും കഴിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ ഗതികേട് വന്നു? ചെയ്തു വെച്ച പാപം, എന്നോട് ചെയ്ത ചതി, അതൊക്കെയല്ലേ കഴിഞ്ഞ 22.5 വർഷമായിട്ട് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചനയാണതെന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അച്ഛാ മതി അച്ഛാ, പ്ലീസ് അച്ഛാ എന്നും പറഞ്ഞ് അലീന പറയുമ്പം മതിയെന്നോ? ഒന്നും ആയിട്ടില്ല, അനുഭവിക്കാനേ ഇരിക്കുന്നതേ ഉള്ളൂ എന്നും ബാലൻ പറയുക. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളെന്ന്. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. ഞാനേ എൻ്റെ ചങ്ക് പറിച്ചെടുത്ത് മുന്നിൽ വെച്ച് കൊടുത്തതാ. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ പൂവിട്ട് പൂജിച്ചേനേന്നും
എന്നോട് ഈ ചതി ചെയ്തതിനൊന്നും ബാലൻ പറയൂ കേട്ടോ അലീനയോട്. എന്നും കാലത്ത് എൻ്റെ പാദം തൊട്ട് തൊഴുത് മനസ്സുകൊണ്ട് ക്ഷമയാചിച്ചേനെ എന്നോടും ഈശ്വരനോടും. എന്നതൊക്കെയാ ചെയ്തേ? ചവിട്ടി അരക്കായിരുന്നു എൻ്റെ ഹൃദയം, നിനക്കറിയാവോ? എന്നിട്ട് പാവം പോലും മിണ്ടിപ്പോകരുത്. ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല അല്ലേ എന്ന് ബാലൻ അലീനയോട് ചോദിക്കുമ്പോൾ അലീന അതല്ല അച്ഛാന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും അച്ഛനും മോളും കൂടി ഇതിൻ്റെ കാര്യവും പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇനി അലീനയും ബാലനെയും ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് ഇതിൻ്റെ ന്യായവിധികളൊന്നും ചോദിക്കാനോ അറിയാനോ ഒന്നും വൈജ നിൽക്കാതെ വൈജ ഭ്രാന്തെടുത്ത് വൈജ ഒരു പോക്ക് പോകുന്നുണ്ട്, മരണത്തിലേക്കുള്ളൊരു പോക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് നമ്മുടെ കഥ വരാനിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് വരുന്നതും എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.